അമർത്തിയിട്ടായിരുന്നു ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ ഉള്ളിലോട്ട് പോയി. അപ്പം ഇതേപോലെ കുറേ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഉള്ളിലോട്ട് പിന്നെയും പോയപ്പോൾ ഒരു തിയേറ്റർ പിന്നെ ഇൻട്രൊഡ്യൂസിങ് തിയേറ്റർ എന്നാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ഇങ്ങനത്തെ മ്യൂസിക് ഉപകരണങ്ങളുണ്ടാവില്ലേ, സംഗീത ഉപകരണങ്ങളുടെ എങ്ങനെയാണ് ഉണ്ടായ ഹിസ്റ്ററിയും പിന്നെ അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര പ്രകൃതിയിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ ചാടിപ്പോകുന്നതൊക്കെ ഉണ്ടായിരുന്നേ. കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ എന്നാലും സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളെല്ലാവരും നിൽക്കുകയായിരുന്നു. കുറേ ആൾക്കാരൊന്നും ഇല്ലാത്തത് കാരണം അധികം ശബ്ദം ഉണ്ടായിട്ട് കാണാൻ പറ്റിയില്ല. ഭയങ്കര സൈലൻ്റായിട്ട് തന്നെയായിരുന്നു കാണാൻ പറ്റിയിരുന്നത്. പിന്നെ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരുന്നു, അതൊരു അടിപൊളി മ്യൂസിക്കായിരുന്നു. ഞാൻ മൊത്തം അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സൂന്ന് വാങ്ങിച്ച ആ ഒരു തലയിൽ വെക്കണ പീ എന്നൊക്കെ സാധനം ഇന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ടോ, LED ലൈറ്റാണേ. ഇതൊക്കെ നമ്മൾ വീണ്ടും പോയപ്പോൾ ഇതേപോലത്തെ 2 ഡ്യൂപ്ലിക്കേറ്റ് ഓട്ടോറിക്ഷ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയോ, അതിൻ്റെ ഉള്ളിൽ ഒരു TV വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ TVൻ്റെ ആ ഒരു ഉള്ളിൽ ഓരോരുത്തരും ഇങ്ങനെ പിയാനോ, ഗിറ്റാർ, വയലിൻ, പിന്നെ കുറച്ച് പേര് പാടുന്നതും അവരെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. 2 ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നേ. എല്ലാവരും കുറേ പേര് പക്ഷേ മ്യൂസിയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. രാത്രി 7 മണിയോടെ ഇത് ക്ലോസ് ചെയ്യും. അപ്പോഴത്തേക്കും ഫുള്ള് ചുറ്റിക്കാണ്ടേ. ഇതിങ്ങനെ നമ്മളിങ്ങനെ കോളേജിലൊക്കെ പോകുമ്പം ഇങ്ങനെ ഒരു ഷോ നടത്തിയില്ലേ, അതേപോലെ കുറേ ഉണ്ടായിരുന്നേ. എനിക്ക് ഇവരിൽ ആരെയും അറിയില്ല, പക്ഷേ ഞാൻ കാണുന്നുണ്ടായിരുന്നേ. എല്ലാം അറിയാമെന്നുള്ള ഭാഗത്തിൽ ഇരിക്കുന്നതായിരുന്നു ഞാൻ. പിന്നെ 2 ഓട്ടോറിക്ഷയിലുണ്ടായിരുന്നേ. ഞാൻ ആദ്യത്തെ ഓട്ടോറിക്ഷയിലും കയറി, രണ്ടാമത്തെ ഓട്ടോറിക്ഷയിലും കയറി. ഞങ്ങൾ എല്ലാവരും ഉള്ളത് കാരണം ഓരോ ഓട്ടോറിക്ഷയിൽ തങ്ങില്ലായിരുന്നു. ഞങ്ങൾ മാറി കയറി. ഇതൊക്കെ ആർക്കാന്ന് ചോദിച്ചാൽ എനിക്കൊന്നറിയില്ല. ഇങ്ങനെ ഓരോരുത്തർ പാടുന്നു, ഓരോരുത്തർ ഇങ്ങനെ എന്തൊക്കെയോ പിയാനോ കാര്യങ്ങളൊക്കെ വായിക്കുന്നു. അങ്ങനെയായിരുന്നു ഈ ഒരു വീഡിയോ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ കുറേയൊക്കെ കണ്ടിരുന്നു. പിന്നെ എനിക്ക് മടുത്തിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി പോന്നു. ഇത് കണ്ടോ, കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതേപോലെ സൈഡിലായിട്ട് കുറേ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ, ഇത് മൊത്തം മലയാളത്തിലുള്ള ആൾക്കാരുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. മൊത്തം ഹിന്ദി, തമിഴ് ഉണ്ടാവുന്ന ഓർമ്മയില്ല, ഒരു ഹിന്ദി കാര്യങ്ങളായിരുന്നു. ഹിന്ദി മൂവീസും സിംഗേഴ്സും ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. സോ ഞാൻ മുമ്പോട്ട് നടന്നു പോയപ്പോൾ ഇതേപോലെ സൈഡിൽ ഹെഡ്ഫോൺസൊക്കെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. പറ്റുന്നതൊക്കെ ഞാൻ എടുത്ത് നോക്കി, അല്ലാത്തത് ഞാൻ അവിടെ തന്നെ വെച്ച് പോന്നു. ഇത് കണ്ടോ, നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോന്ന് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ, കുറേ പേര് ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചും മറിച്ചും നമുക്ക് കാണാം. ഒരു ഫോട്ടോയിൽ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആളുടെ ഫോട്ടോ കാണാം. ഞാൻ പെട്ടെന്ന് തിരിച്ചിട്ട് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഒന്ന് അമർത്തിയപ്പോഴാണ് അത് തിരിഞ്ഞ് വന്നത്. ഇതൊക്കെ ഓരോ ഹിന്ദി മ്യൂസിക്കിൻ്റെ ആൾക്കാരാണ്.
കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു കേട്ടോ. കുറേ പോസ്റ്റേഴ്സും കുറേ ബോർഡും രവീന്ദ്രനാഥ് ടാഗോറൊക്കെ ഉണ്ടായിരുന്നില്ലേ, അവരൊക്കെ ഫോട്ടോസും ഓരോ ഡീറ്റെയിൽസൊക്കെ കണ്ടു. പിന്നെ ഗാന്ധിജീൻ്റെ കുറച്ച് ലെറ്ററും സുബലക്ഷ്മിക്ക് എഴുതിയ ലെറ്ററൊക്കെ അതിൻ്റെ കോപ്പിയൊക്കെ ഉണ്ടായിരുന്നേ അതിൽ. പിന്നെ കുറേ സംഗീതോപകരണങ്ങൾ കുറേ അവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ കണ്ടു. ഇതും കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ ഓരോ സിംഗേഴ്സിനെ കാണാം. ഇത് കണ്ടോ, 3 Idiots ഇല്ലേ, നമ്മുടെ വിജയ് അഭിനയിച്ച ആ സിനിമേൻ്റെ ഹിന്ദി, അമീർ ഖാൻ്റെയും ഒക്കെ. അതിൽ രണ്ടാമത്തെ ഇഡിയറ്റ് ആയിരുന്നു ഈ കാണുന്ന നിതിൻ ചേട്ടൻ. നല്ല രസമുണ്ടായിരുന്നല്ലേ കാണാൻ. അതേപോലെ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നേ. നല്ല കോമഡി ആയിട്ടില്ലേ ഗൈസ് കാണാനായിട്ട്. ഇതിൽ എന്തൊക്കെയൊക്കെ എഴുതിയിട്ടുണ്ട്. ആ സിനിമയിലൊരു സീനിലൊരു ഇതായിരുന്നു തോന്നുന്നു. ഞാൻ ഹിന്ദി പടം കണ്ടിട്ടില്ല, മറ്റേ നൻപൻ അങ്ങനെ എന്തോ ആയിരുന്നില്ലേ. ഇതുണ്ടോ, ഇതും കുറച്ച് ഇംഗ്ലീഷിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാരെ ഫോട്ടോസും കൊടുത്ത്. ഇതാണ് ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു സോങ്ങും ഒരു വീഡിയോസും നമുക്ക് കാണാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നേ. ഇത് ആരൊക്കെയാണെന്നറിയില്ല, മൊത്തം ഇന്ത്യത്തെ തന്നെ ആക്ടേഴ്സാണ് ഇവർ. കുറേ ഉണ്ടായിരുന്നേ. അടുത്ത സൈഡിലും ഇതേപോലെ തന്നെയായിരുന്നു. ഓരോന്നായിട്ടായിരുന്നേ. അത് ഒരേ സാധനങ്ങളല്ല, ഓരോരുത്തരുടെ പോസ്റ്റേഴ്സും ഫോട്ടോസും കാര്യങ്ങളും സൈഡിൽ കൊടുക്കും. പിന്നെ ഇതേപോലത്തെ ഒരു ബോർഡിൻ്റെ മുകളിൽ ഇതേപോലത്തെ സ്റ്റീലിൻ്റെ ഒരു കവറിങ്ങും കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തോ ഒരു ലെൻസാണെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും. നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ കൂടെ. അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാവേ.
മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി ഫുഡ് കഴിക്കാൻ വിചാരിച്ച്. അപ്പോൾ നമ്മളൊരു ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ കയറി. നല്ലൊരു ആംബിയൻസ് ഉള്ള ഹോട്ടലായിരുന്നേ അത്. ഞങ്ങൾ ആദ്യം താഴെ ഇരുന്നു. അപ്പോൾ താഴെ ഇരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പെയ്ത് അത് നമ്മൾ തിരിച്ച് മുകളിലേക്ക് പോയി. അവിടെ സൈഡിൽ മൊത്തം വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം അമ്മ പറയുമായിരുന്നു നമ്മൾ പുറകിലോട്ട് വീണ് കഴിഞ്ഞാൽ ആരും കാണില്ല, കാരണം രാത്രിയാണ്, മൊത്തം ഇരുട്ടാണല്ലോ. അങ്ങനെ മഴ പെയ്തപ്പോൾ നമ്മൾ മുകളിലോട്ട് തിരിച്ച് കയറി. അവിടെ ആരുടെയോ ബർത്ത്ഡേ ആയിരുന്നു, അതിൻ്റെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഞാനൊരു ചോക്കോ പീനട്ട് ഷേക്കാണ് കുടിച്ചത്. അത് മാത്രമേ ഞാൻ കുടിച്ചുള്ളൂ. എനിക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ വേറൊന്നും കഴിച്ചില്ല. ഇവിടെ കുറേ ഫുഡ് ഉണ്ടായിരുന്നേ, എന്നിട്ട് ഞാൻ ഒന്നും കഴിച്ചില്ല. എനിക്ക് ഇതിനോട് കഴിക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാനൊന്നും കഴിച്ചില്ല. ഞാൻ ആ ഷേക്ക് മാത്രം കുടിച്ചിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോവുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.